ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത്. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം. അതുകൊണ്ട് തന്നെയാണ് അഴിമതിക്കാരെ ഈ പാർട്ടിയുടെ 7 അയലത്ത് അടുപ്പിക്കാത്തത്. ബംഗാളിൽ മമതയും മമതയുടെ തൃണമൂൽ കോൺഗ്രസും അടപടലും പൊട്ടിയതിനെ തുടർന്ന് ഇനി മമതയുടെ തൃണമൂൽ കോൺഗ്രസിൽ ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ തൃണമൂൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ BJP-യിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ചാണകത്തിൽ ചവിട്ടാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയും മോദി സർക്കാരും അവിടെ തൃണമൂൽ മുറ്റത്ത് തന്നെ നിന്നാൽ മതി. ഇങ്ങോട്ട്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വലിഞ്ഞു കയറാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചേക്ക്. അഴിമതി വീരന്മാർക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ലെന്നും അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നും മോദി സർക്കാരും ഭാരതീയ ജനതാ പാർട്ടി തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അല്ല, അടിമുടി അഴിമതിയും അരാജകത്വവും ദുർഭരണവും 15 വർഷമായിട്ട് ബംഗാളിൽ നടത്തി പോന്നിരുന്ന ഒരു പാർട്ടി നേതാവിന് 10 ദിവസം കൊണ്ട് മാനസാന്തരപ്പെടുകയും നന്മയുടെ പാത സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യുമോ? ഒരിക്കലുമില്ല. പിന്നെ എന്തിനാണ് ബംഗാളിൽ തോറ്റു തുന്നമ്പാടി മൂലയിലിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ തലയിൽ കൊണ്ടുവെക്കുന്നത്? നോക്ക്, നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ ഭാരതത്തിലെ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ്, അതായത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്, മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി, ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി കണ്ട അണ്ടന്റെയും അടകോടന്റെയും പാർട്ടികളെ, അതായത് അണലിയെയും പാറ്റയെയും പുഴുക്കളെയും ഒക്കെ ഒപ്പം ചേർത്ത് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരുന്നു. കൂടാതെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പഴംപൊരി തിന്നുകൊണ്ട് ഒരേ ഓട്ടമായിരുന്നു. തൈരും വെങ്കായും ഉപ്പുമിട്ട് സാമ്പാറാക്കുക, കടലിലും ചെളിയിലും എടുത്തു ചാടി ജനങ്ങളെ മണ്ടന്മാരാക്കുക. എന്നിട്ട് എന്തുണ്ടായി? അഴിമതിയിൽ മുങ്ങി നീരാടുന്ന ഇന്ത്യ സഖ്യം തോറ്റു തുന്നമ്പാടി. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, കാണുന്നവരൊക്കെ കയറ്റിയിരുത്താനും സൽക്കരിക്കാനും ഇത് വഴിയമ്പലമല്ല, സത്രമല്ല. ഇത് മോദി ഭരിക്കുന്ന, മോദിയെ ഭരണത്തിലെത്തിച്ച ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ കാരണവരെ RSS എന്ന വലിയൊരു സംഘടനയുമുണ്ട്. ഞങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിൽ നിന്നിട്ട് ഇനി ഭാവിയില്ല, അതുകൊണ്ട് ഞങ്ങളെയും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുതിര കച്ചവടം നടത്താൻ വന്നവരെ വന്നതുപോലെ തന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് ഞാനൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഏതെങ്കിലും പ്രവർത്തകനോ നേതാക്കളോ അല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൗധരിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സാണ്. വരുന്നവരൊക്കെ കൂട്ടാനും ഇതുവരെയും കൂടെ നിന്നവനെ നിഷ്കരണം തള്ളിക്കളയാനും ആട്ടിപ്പായിക്കാനും ഇത് രാഹുലിന്റെ കോൺഗ്രസ് അല്ല. 54 വർഷം നിന്ന DMK-യെ ഭരണക്കൊതി കൊണ്ട് അധികാരത്തിന് വേണ്ടി തള്ളിപ്പറഞ്ഞ് ഇന്നലെ വിജയിച്ച വിജയുടെ TVK പാർട്ടിയിൽ ചേർന്ന് സഖ്യമുണ്ടാക്കി തമിഴ്നാട് ഭരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ, അല്ലേ? കൂടെ നിന്ന് ചതിക്കുന്നവനേക്കാൾ നല്ലത് നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്യുന്ന ശത്രു തന്നെയാണ്. കാരണം അവർ ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തുകയില്ല. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതിനെതിരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.